Hello friends, welcome back to my channel. It's me Musfir. Learn English with Dad to Speak. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി വിഷയം കൊണ്ടാണ്. മറ്റൊന്നുമല്ല, നാം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. നാം ചില കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി ചില പദങ്ങൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ പതിവായി ചെയ്തിരുന്നൊരു കാര്യം ഇപ്പോൾ നാം അത് നിർത്തിയിരിക്കുന്നു എന്ന ആ ഒരു പ്രയോഗത്തെയും നാം മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് നമുക്ക് എങ്ങനെ പറയാം? അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രണ്ട് യൂസേജാണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ യൂസേജാണ് യൂസ്ഡ് ടു. എന്താണ് യൂസ്ഡ് ടു, എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്ന് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആദ്യമായി യൂസ്ഡ് ടു എന്നൊരു പ്രയോഗം, യൂസേജ്, അത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അതായത് യൂസ്ഡ് ടു എന്ന ആ ഒരു പ്രയോഗത്തിൻ്റെ മുമ്പോ ശേഷമോ എന്തോ ആകട്ടെ, യൂസ്ഡ് ടു എന്നും അവിടെ യൂസ്ഡ് ടു എന്ന് മാത്രമായിരിക്കും. എക്സാമ്പിൾ ഹി, ഷീ, ഇറ്റ്, ദേ, എന്ത് ആവട്ടെ യൂസ്ഡ് ടു എന്നും യൂസ്ഡ് ടു ആയിരിക്കും. എന്നാൽ യൂസ്ഡ് ടുവിൻ്റെ ശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും V1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകില്ലേ, പാസ്റ്റ് ടെൻസിൽ എന്തിനാണ് V1 ഉപയോഗിക്കുന്നത്? എന്നാൽ കേട്ടോളൂ, ഇംഗ്ലീഷിൽ ഇങ്ങനെ വിചിത്രമായ ഒരുപാട് നിയമങ്ങളുണ്ട്. ഇനി യൂസ്ഡ് ടു വെച്ച് നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഞാൻ പാല് കുടിക്കുമായിരുന്നു, ഇപ്പോൾ ഇല്ല. ഐ യൂസ്ഡ് ടു ഡ്രിങ്ക് മിൽക്ക് ബട്ട് നൗ ഡിഡിൻറ്റ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. വി യൂസ്ഡ് ടു ലിവ് ഇൻ മുംബൈ ബട്ട് നൗ ഇൻ ഇന്ത്യ. ഞാൻ ആദ്യം ദുബായിലാണ് താമസിച്ചിരുന്നത്, ബട്ട് ഇപ്പോൾ ഞാൻ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ, യൂസ്ഡ് ടു എന്നൊരു പദം ഇത് പതിവായി ചെയ്തിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഇല്ല എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി. വി യൂസ്ഡ് ടു ലിവ് ഇൻ ദുബായ്. ഞാൻ അന്ന് പതിവായി, പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി അന്ന് പതിവായി ഞാൻ ദുബായിലാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. യൂസ്ഡ് ടു എന്ന പദത്തിൻ്റെ അർത്ഥം എന്നത് പതിവായി ചെയ്തിരുന്നു, ഇപ്പോൾ ഇല്ല എന്നതാണ്. ഇതിൻ്റെ അർത്ഥം എന്നത് മുൻപ് കാലങ്ങളിൽ നാം ഒരു പ്രവൃത്തി ചെയ്തിരുന്നു, ഇപ്പോൾ ആ ഒരു പ്രവൃത്തി നാം ചെയ്യുന്നില്ല. ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഐ യൂസ്ഡ് ടു ഹാവ് ലോങ് ഹെയർ ബട്ട് നൗ ഐ ഹാവ് ഷോർട്ട് ഹെയർ. ഐ യൂസ്ഡ് ടു ലിവ് ഇൻ ഇന്ത്യ ബട്ട് നൗ ദേ ലിവ് ഇൻ ജർമ്മനി. ഇനി ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ലേ, രണ്ട് യൂസേജാണ് നാം ഇവിടെ ഉപയോഗിക്കുന്നതെന്ന്. അതിലെ രണ്ടാമത്തെ യൂസേജാണ് ഓഡ് ടു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മേൽ കടപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പാവങ്ങളെ നിർബന്ധമായും സഹായിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നിശ്ചിത അളവ് വെള്ളം കുടിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നിശ്ചിത ഒരു ദിവസത്തിൽ നാം വെജിറ്റബിൾസ് കഴിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ചെയ്യേണ്ടതുണ്ട്, കളിക്കേണ്ടതുണ്ട്, ഓടേണ്ടതുണ്ട്, സഹായിക്കേണ്ടതുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം എന്നാണ് അടുത്ത യൂസേജിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തിക്കുന്നത്. അതിനായി നാം ഉപയോഗിക്കുന്ന പദമാണ് ഓഡ് ടു. കടപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥമാണ് ഓഡ് ടു എന്നതിനുള്ളത്. വി ഓഡ് ടു പെർഫോം നമാസ്. നിസ്കരിക്കാൻ നാം കടപ്പെട്ടവരാണ്. ഈ ഒരു പ്രയോഗത്തെ നാം ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഓഡ് ടു എന്ന് മുമ്പത്തെ യൂസ്ഡ് ടു എന്ന പ്രയോഗത്തിന് അതേപോലെ തന്നെ യൂസ്ഡ് ടു നാം അവിടെ മാറ്റിയിട്ടില്ല. അതേപോലെ ഓഡ് ടുവും ഇവിടെ മാറ്റം വരുന്നില്ല. സബ്ജക്റ്റ് ഹി ആവട്ടെ, ഷീ ആവട്ടെ, ദേ ആവട്ടെ, സിംഗുലർ ആവട്ടെ, പ്ലൂരൽ ആവട്ടെ, എന്തായാലും ഓഡ് ടു എന്നും ഓഡ് ടു തന്നെ ആയിരിക്കും. ബട്ട് രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത്, അത് ഓഡ് ടു കഴിഞ്ഞ് യൂസ് ചെയ്യുന്ന വെർബ് എന്നും V1 ആയിരിക്കണം. ഓഡ് ടു ഡു, ചെയ്യേണ്ടതുണ്ട്, ആ ഒരു അർത്ഥത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക. വി ഓഡ് ടു പെർഫോം നമാസ്. നിസ്കരിക്കാൻ നാം കടപ്പെട്ടവരാണ്. വി ഓഡ് ടു ഹെൽപ്പ് പുവർ പേഴ്സൺ. പാവപ്പെട്ടവരെ സഹായിക്കുവാൻ നാം കടപ്പെട്ടവരാണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.